യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവസ്നേഹം അത് നമ്മളിൽ എങ്ങനെയാണ് വസിക്കുന്നത്, നമ്മൾ എപ്രകാരം ദൈവത്തെ സ്നേഹിക്കണം, ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഉള്ളത് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായ ആ ചിന്തയുടെ ബാക്കി ചിന്തയിലേക്കാണ് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അതേ നമ്മൾ അല്ല ആദ്യം സ്നേഹിച്ചത്, കർത്താവ് തന്നെയാണ് നമ്മളെ ആദ്യം സ്നേഹിച്ചത്. നമ്മളിൽ ഒന്നും കണ്ടിട്ടല്ല, യാതൊരു വിധമായ പ്രചോദനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങളോ ദൈവം നമ്മളിൽ കണ്ടിട്ടല്ല അവൻ നമ്മെ സ്നേഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹത്തിന് നമ്മളിൽ നിന്നും ഒരു കാരണവും നമുക്ക് പറയാനില്ല. ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതുകൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഞാൻ എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് സഭായോഗങ്ങളിൽ പള്ളിയിൽ പോകുന്നതുകൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അങ്ങനെയൊന്നുമല്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, ആ ദൈവസ്നേഹത്തിൻ്റെ ആ ആഴം എന്ന് പറയുന്നത് അതേ നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവസ്നേഹം നമ്മൾ അനുഭവിച്ചിട്ട് തിരിച്ച് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന വഴിയാണ് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ദൈവസ്നേഹമൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് ദൈവം ചിലത് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പുത്രത്വം ഉള്ളവരായി തീരണം, അല്ലെങ്കിൽ അതേ ആ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെന്ന അതേ ഒരു സൺഷിപ്പ്, അതായത് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിലേക്ക് നമ്മൾ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ഒരു വിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത ഇതാണ്. അതായത് പല ആളുകളും ഇന്ന് മക്കളായിട്ടല്ല, അല്ലെങ്കിൽ പുത്രത്വത്തിൻ്റെ ആ ഒരു അനുഭവത്തിലൂടെ അല്ല അവർ ഇന്നായിരിക്കുന്നത്. മറിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ദാസ്യ മനോഭാവങ്ങളാണ്. അതായത് ഒരു ദാസൻ എന്നവണ്ണമാണ് നമ്മൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവസഭയിലോ ദൈവരാജ്യത്തിലോ നമ്മൾ ആയിരിക്കുന്നത് ഒരു ദാസ മനോഭാവമാണ്. ഈ സന്ദേശത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം കടന്നു വന്നതായ ദാസ മനോഭാവങ്ങൾ നമ്മൾ വെടിയണമെന്നുള്ളതാണ്. കുറച്ചുകൂടെ ഇറങ്ങി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, പലപ്പോഴും പിശാച് നമ്മളെ നിയന്ത്രിക്കാറുണ്ട്. അതായത് ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടാകുകയും ചെയ്യണം, അതേസമയം തന്നെ നമ്മൾ പ്രയോജനപ്പെടാത്തവരും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ നിർഗുണന്മാരായിരിക്കണമെന്നും പിശാച് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ആ ഒരു ചിന്താഗതി നിന്നെല്ലാം, അതേ ആ ഒരു മാനസിക സ്ഥിതി നിന്നെല്ലാം നമുക്കൊരു മാറ്റമുണ്ടാകേണ്ട ദിവസമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. ഇന്നു മുതൽ നമ്മൾ ഇതേ ചിന്തയുടെ അടുത്ത ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ കൂടുതൽ വേദഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങൾ വായിക്കുന്നതാണ്. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദഭാഗമാണ്. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നോക്കൂ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. പലപ്പോഴും ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. ആദ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതിന് ശേഷമാണ് നമ്മൾ മക്കൾ ആകുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്ത വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 12-13 ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ദൈവമക്കളാകുവാനുള്ള ഏക വ്യവസ്ഥ എന്ന് പറയുന്നത് യേശുവിനെ സ്വീകരിക്കുകയും അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ വിശ്വസിക്കുക ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് വളരെയധികം എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷെ വിശ്വസിക്കുക എന്ന് പറയുന്നത് കേവലം കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് വിശ്വസിച്ച്
അവൻ്റെ കൽപ്പനകളെ നമ്മൾ പ്രമാണിക്കുന്ന വഴി. വിശ്വാസം എന്ന് പറയുന്നത് കേവലം ഒരു ഏറ്റുപറച്ചിൽ മാത്രമല്ല, വിശ്വാസം അനുസരണം കൂടിയാണ്. കർത്താവ് യേശുക്രിസ്തു കനായിലെ കല്യാണ വീട്ടിൽ വെച്ച് അതേ യേശുവിൻ്റെ അമ്മയായ മറിയ അവിടെയുള്ള ശുശ്രൂഷകരോട് എന്താ പറഞ്ഞത്? ഇവരെന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യണം, അല്ലാതെ ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയണമെന്നാണോ യേശുവിൻ്റെ അമ്മയായ മറിയ ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞത്? ഇന്നാണെങ്കിൽ നമ്മൾ എന്താ പറയുള്ളൂ? നീ ഇവിടെ ഒരു അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കർത്താവ് യേശുക്രിസ്തു ആ ആളുകൾ വിശ്വസിക്കുക എന്ന് പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയായ മറിയ അവിടെയുള്ള ശുശ്രൂഷക്കാരോട് പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. അതായത് എന്തെങ്കിലും കൽപ്പിക്കുന്നത് അതുപോലെ ചെയ്യുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കൽപ്പിക്കുന്നത് നമ്മൾ കേൾക്കും, പക്ഷെ ചെയ്യത്തില്ല. വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത കേൾക്കുക മാത്രമല്ല, ആ കേൾക്കുന്നത് നമ്മൾ ഒന്നും അന്വേഷിക്കാതെ, അതിൻ്റെ റീസൺ ഒന്നും ചിന്തിക്കാതെ അനുസരിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ ശുശ്രൂഷക്കാർക്ക് ഒരു പക്ഷേ യേശുവിനെ വലുതായിട്ട് അറിയില്ലായിരിക്കാം. പക്ഷേ ആ കനായിലെ കല്യാണ വീട്ടിൽ മറിയയ്ക്ക് നല്ലൊരു സ്വാധീനമുള്ള ഭവനമായിട്ടാണ് വേദചിന്തകന്മാർ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറിയ ഒരു കാര്യം പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ യേശു പറഞ്ഞതിനേക്കാളും വളരെ വിലയോടുകൂടെ കാണുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. അത് മറിയയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു വിജയ രഹസ്യം കൂടായിരിക്കാം. നമ്മളെല്ലാവരും അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ യേശു ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യം അനുഭവിച്ച ഒരു സ്ത്രീയാണല്ലോ അമ്മയായ മറിയ. അതേപോലെ തന്നെ മറിയയുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ദൈവമഹത്വം അവൾ കണ്ടിട്ടുണ്ടാകാം. കാരണം യേശു പറയുന്നത് അതുപോലെ ഒന്നും ചോദ്യം ചെയ്യാതെ അനുസരിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടു കാണും. അതുകൊണ്ട് അവർ പറയുന്നു, ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും ദൈവവചനത്തെ വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള റീസണിങ്ങിലേക്ക്, നമ്മുടേതായിട്ടുള്ള യുക്തിയിലേക്ക് നമ്മൾ കടന്നു പോകാറുണ്ട്. പക്ഷെ ഇന്ന് ഈ ദിവസം നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ എൻ്റെ റീസണിങ് അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്തകൾ ഇതെല്ലാം ഞാൻ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതെ, ആ കുരുടനായ മനുഷ്യനോട് നീ ശീലോഹം കുളത്തിലേക്ക് പോയി നിന്റെ കണ്ണുകൾ കഴുകുക എന്ന് യേശു പറഞ്ഞപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവനെ സംബന്ധിച്ച് ഒരു പ്രാക്ടിക്കലായ കാര്യമല്ല യേശു പറയുന്നത്. പക്ഷെ വിശ്വാസം, അതായത് യേശു ക്രിസ്തുവിൻ്റെ ആ മഹത്വം അവന്റെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ യേശു അവനോട് ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തെങ്കിൽ മാത്രമേ ആ വിശ്വാസം അവനിൽ പൂർണ്ണമായി മാറുകയുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഏറ്റുപറയും, കർത്താവെ ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, ഈ വചനം മുഴുവൻ സത്യമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പല ആളുകളും അവരുടെ പേഴ്സണൽ ബൈബിളിനെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ്, വളരെ ബഹുമാനിക്കുന്ന ആളുകൾ. നല്ല വെൽവെറ്റിന്റെ തുണികളൊക്കെ വിരിച്ച് പൂക്കളൊക്കെ ചുറ്റും വിതറി ബൈബിളിന്റെ പുറം എപ്പോഴും മിനുസപ്പെടുത്തി തുടച്ച് വൃത്തിയാക്കി. അങ്ങനൊന്നും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ചെയ്യരുതെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബൈബിളുകളെ റെസ്പെക്ട് ചെയ്യണം. യെസ്, അത് വളരെ മാന്യമായ ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളും റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒന്നാണ് അതിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ. ആ വചനങ്ങൾ നമ്മൾ അനുസരിക്കണം, നമ്മൾ ബഹുമാനിക്കണം. ആ വചനം നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസം അത് പ്രാവർത്തികമായി മാറുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കാണുവാനും വായിക്കുവാനും കഴിയുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അതായത് കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവവുമായി സ്വീകരിച്ച് അവനെ അനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ, അതെ, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചതുപോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. നമ്മൾ ദൈവമക്കൾ എന്നുള്ളതായ ആ ഒരു അവസ്ഥയിലേക്ക്, നന്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് ഒരാൾക്കും നമ്മെ തടയുവാൻ കഴിയത്തില്ല. കാരണം ദൈവം നമുക്ക് തന്ന അധികാരമാണത്. ആ അധികാരം, അതെ, നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനിൽ വിശ്വസിക്കുമ്പോൾ, അതെ, അവൻ പറയുന്ന കൽപ്പനകളെ നമ്മൾ അനുസരിക്കുമ്പോൾ
ആ ദൈവമക്കൾ എന്നുള്ള അധികാരത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ആ ഒരു അധികാരം അനുഭവിക്കാത്തവരും ആ ഒരു പദവിയുടെ മഹത്വം അറിയാതെ ജീവിക്കുന്നവരുമാണ്. പക്ഷെ ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ആരും തന്നെ ദാസന്മാരല്ല, നിങ്ങൾ എല്ലാവരും പുത്രന്മാരാണ്, മക്കളാണ്. അതിനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ദിവസങ്ങൾ നമ്മൾ കൂടുതൽ വേദഭാഗങ്ങൾ ഇത് സംബന്ധിച്ച് ചിന്തിക്കുന്നതാണ്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. വാസ്തവത്തിൽ ഞാൻ ആ ദൈവമക്കൾ എന്നുള്ള ആ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്നോട് അനുശാസിക്കുന്ന പോലെ, അതേ, കർത്താവ് യേശുക്രിസ്തുവിനെ കേവലം സ്വീകരിച്ച് വിശ്വാസം ഏറ്റുപറയുന്നു എന്നുള്ള അവസ്ഥ മാത്രമല്ല, ഞാൻ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് അവൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ആ ദൈവമക്കൾ എന്നുള്ള അധികാരത്തിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അടുത്ത ദിവസം നമുക്ക് കൂടുതലായി ഈ വേദഭാഗത്തു നിന്നും ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കേവലം വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ മാത്രമല്ല, ആ വിശ്വാസം ഞങ്ങളോട് പറയുന്നത് എന്താണോ, ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് പറയുന്നത് എന്താണോ, അങ്ങയുടെ കൽപ്പന എന്താണോ, അതേപോലെ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ്. കൂടാതെ ദൈവവചനം പഠിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.